സോ HSSTയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും വരുന്ന ഒരു ടോപ്പിക്കാണ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ HSSTയിൽ എങ്ങനെയൊക്കെ ചോദിക്കാം, അതല്ലെങ്കിൽ ഒരു PSCയുടെ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് സ്കോപ്പ് ഉണ്ട്, ഇത് ഏതൊക്കെ രീതിയിൽ വരാം, അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അല്ലാതെ ഒരു ഇന്ത്യൻ പൊളിറ്റിയിൽ ലക്ഷ്മികാന്തിൽ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ സ്റ്റഡി നടത്താതെ ഏറ്റവും മിനിമം സ്റ്റഡിയിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ള ലെവലിലാണ് നിങ്ങളിത് പഠിച്ചെടുക്കേണ്ടത്. സോ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 പാർട്ട് 20 വരുന്നതാണ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ പ്രധാനമായും അമെൻഡ് ചെയ്യുക, ഒരു സാധനത്തെ, ഒരു ബില്ലിനെ, ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്തു മാറ്റുക, അതല്ലെങ്കിൽ ഭേദഗതി ചെയ്യുക എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിൽ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വേസിലൂടെയാണ് അമെൻമെന്റ് നടക്കുന്നത്, വളരെ സിമ്പിൾ ആണോ അമെൻമെന്റ് നടത്താൻ, സിമ്പിൾ അല്ല എങ്കിൽ ഏതൊക്കെ വഴികളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഏരിയാസ് ആണ് നമുക്ക് സ്കോറിംഗ് ഏരിയാസ് ആയിട്ട് വരുന്നത്. സോ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടെയാണ്. സോ ഈ ഇതിനകത്ത് നമുക്ക് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചറിനെ ഒന്നും അമെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോർട്ടിന്റെ റൂൾ എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള, ഇപ്പൊ നാളെ ഒരു കാലത്ത് ഡെമോക്രസി എടുത്ത് കളയാൻ പാടില്ല, അതല്ല എങ്കിൽ ഈ സെക്യുലാരിസം, അതുപോലെ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്സ് ഒന്നും, വളരെ ഇന്ത്യയുടെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഏരിയാസിലൊന്നും, സെക്യുലാരിസം അതുപോലുള്ള ഫണ്ടമെന്റൽ ഏരിയാസിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമ ഭേദഗതി നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വന്നിട്ടുള്ളത് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടാണ് 1973. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ്, ബേസിക് സ്ട്രക്ചർ ഒക്കെ. പക്ഷെ ഇതിനകത്ത് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ് ടൈപ്സ് ഓഫ് അമെൻമെന്റ്. എങ്ങനെയാണ് ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ്? സോ അമെൻമെന്റ്സ് എന്ന് പറയുന്നത് പലതരത്തിലും നമുക്ക് അമെൻഡ് ചെയ്യാം. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പലതരത്തിലും അമെൻഡ് ചെയ്യാം. ചില കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അമെൻഡ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് വേസിലാണ് ഇത് ചെയ്യുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ടഫ്നെസ് ഉള്ള, പെട്ടെന്നൊന്നും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ മാക്സിമം ഇതിന്റെ ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് പഠിച്ചാൽ പോലും അവിടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ടൈപ്സ് ഓഫ് അമെൻമെന്റ്സിൽ പോലും ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് അമെൻമെന്റ്സിൽ അല്ലെങ്കിൽ വേസ് ഓഫ് അമെൻമെന്റ്സ്, ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് അല്ലെങ്കിൽ എത്ര വേസ് ഉണ്ട് ഇതിനകത്തേക്ക് അമെൻഡ് ചെയ്യാൻ. ഒന്ന്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മൂന്ന് മെത്തേഡ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 368 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അമെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മൂന്ന് മെത്തേഡ് ഉണ്ട്. പക്ഷെ ആർട്ടിക്കിൾ 368 രണ്ട് മെത്തേഡേ ഉള്ളൂ. രണ്ട് മെത്തേഡ് പ്രകാരമേ ആർട്ടിക്കിൾ 368 എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. സോ ഒന്ന്, ആർട്ടിക്കിൾ 368 പ്രകാരം രണ്ട് മെത്തേഡ്, സ്പെഷ്യൽ മെജോറിറ്റി എന്നും സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ് എന്നും. സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 368 അല്ലാതെ ഔട്ട്സൈഡ് ആർട്ടിക്കിൾ 368 അല്ലാതെ ഒരു മെത്തേഡ് ഉണ്ട്. ഏത്? സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 50% മതി. 50% വോട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് അമെൻഡ് ചെയ്യാൻ പറ്റും. 50% വോട്ട് ഉണ്ട് എങ്കിൽ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഏതെന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി. അപ്പൊ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഔട്ട്സൈഡ് ആണ്. ആർട്ടിക്കിൾ 368 പറയുന്നതല്ല. ഈ 368ന്റെ ഔട്ട്സൈഡ് കിടക്കുന്നതാണ് ഏത്? സിമ്പിൾ മെജോറിറ്റി. അതായത് നാളെ ഒരു സമയത്ത് പറയാണ് കേരളത്തിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ കേരളം വിഭജിച്ചിട്ട് വേറൊരു സ്റ്റേറ്റ് ഉണ്ടാക്കണം. അപ്പൊ തെലങ്കാനയൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ പോലെ ആന്ധ്രാപ്രദേശ് പോലെ തെലങ്കാനയൊക്കെ ഉണ്ടാക്കിയതുപോലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ഉള്ളതിന് സിമ്പിൾ മെജോറിറ്റി മതി. ചില വിഷയങ്ങൾക്ക് സിമ്പിൾ മെജോറിറ്റി മതി. അത് പക്ഷേ ആർട്ടിക്കിൾ 368മായി ബന്ധപ്പെട്ടതല്ല, അതിന്റെ ഔട്ട്സൈഡ് ആണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു ലൂപ്പ് ഹോൾ കിടക്കുന്നത്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരികയാണെങ്കിൽ ചെയ്യാം. ആർട്ടിക്കിൾ 368 പ്രകാരം ഈ രണ്ട് മെത്തേഡേ ഉള്ളൂ. ഏതൊക്കെ? സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് കൺസെന്റ് വിത്ത് സ്റ്റേറ്റ്സും. സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെന്റ് വിത്ത് സ്റ്റേറ്റും, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. എന്താണ് സിമ്പിൾ മെജോറിറ്റി, എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി?
സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് 50% വോട്ട് കിട്ടിയാൽ അത് പാസ്സാകും. എന്നിട്ട് എന്ത് ചെയ്യാം, പാർലമെന്റിൽ 50% വോട്ട് കിട്ടിയാൽ അത് പാസ്സാകും. ആ മെജോറിറ്റി ഓഫ് 2 ഹൗസസ്, വെറും 2% ആൻഡ് വോട്ടിംഗ് കിട്ടിയാൽ നിങ്ങളത് പാസ്സാകും. അത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അമെന്റ്മെന്റ്സ് നടത്താം എന്നുള്ളതാണ് സിമ്പിൾ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, സ്പെഷ്യൽ ആണ്, അതായത് കുറച്ചും കൂടെ പാടുണ്ട്. ആ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് വേണം. അത് തന്നെ പ്രസന്റ് ആയവരിൽ 2/3 എന്ത് ചെയ്യണം, പ്രസന്റ് ആയവരിൽ 2/3 വോട്ട് ചെയ്തിരിക്കണം. പ്രസന്റ് ആയവരിൽ 2/3 വോട്ടോട് കൂടി, മെജോറിറ്റിയോട് കൂടി പാസ്സായാൽ മാത്രമാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്ന പ്രൊവിഷൻസ് ഉണ്ടാവുക. ഇനി സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്, അപ്പൊ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇതായിരിക്കും ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും. ഇപ്പോ നാളെ GST ബന്ധപ്പെട്ട് GST ബില്ല് അറിയാലോ. ഇപ്പൊ GST ബില്ല് എന്താണ്? GST ബില്ല് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുകളും എല്ലാം വരുന്നതാണ്. അപ്പൊ GST ബില്ലുകളായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റേറ്റിന്റെ കൺസേണും കൂടെ വേണം. അതായത് സ്പെഷ്യൽ മെജോറിറ്റി വേണം, ഈ പറഞ്ഞ 2/3 അതുപോലെ മെജോറിറ്റി ഓഫ് പാർലമെന്റും വേണം, 2/3 ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗും വേണം. അത് പ്ലസ് എന്ത് വേണം, സ്റ്റേറ്റ്, ഹാഫ് സ്റ്റേറ്റിന്റെ ഏറ്റവും പകുതിയോളം, ഇന്ത്യയിലുള്ള പകുതിയോളം സ്റ്റേറ്റുകളുടെ സിമ്പിൾ മെജോറിറ്റിയിലുള്ള ഇതും വേണം. സിമ്പിൾ മെജോറിറ്റിയിലുള്ള കൺസെന്റും കിട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഏരിയാസിലുള്ള പ്രൊവിഷൻസ് എപ്പോഴും അമെൻഡ് ചെയ്യാൻ പറ്റുക. ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് കൊണ്ട് ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് വരുന്നത്, ഏതൊക്കെ പ്രൊവിഷൻസിൽ വരാം, സ്പെഷ്യൽ മെജോറിറ്റി ഏതൊക്കെ എക്സാമ്പിളുകൾ, അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഇതിന്റെ എക്സാമ്പിളുകൾ, ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതുമല്ല എങ്കിൽ 368 പ്രകാരം ഈ രണ്ട് മെത്തേഡേ ഉള്ളൂ. അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി കൺസേൺ സ്റ്റേറ്റും ഉണ്ട്. പക്ഷേ 360 ഏത് വരുന്നത്, സിമ്പിൾ മെജോറിറ്റി വരുന്നത്. 368 ഔട്ട്സൈഡ് വരുന്നതാണ്, ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 368 ആണ് ഏത്, സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ലൂപ്പ് ഹോൾ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തത് ഇതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾസ് എങ്ങനെയാ പഠിക്കുക? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരിക്കലും സിമ്പിൾ മെജോറിറ്റിയിൽ വരില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ളത് സിമ്പിൾ മെജോറിറ്റിയിൽ വരും. അതായത് ഈസി ആയിട്ട് പറ്റുന്നത് ഒന്ന്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, സെൻട്രൽ ഗവൺമെന്റ് മാത്രം പറ്റുന്നതാണ്. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, അബോളിഷൻ ഓഫ് ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക. അതിൽ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എക്സാമ്പിൾ പഠിച്ചു വെക്കുമ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഏതൊക്കെ ലെവൽ ഓഫ് എക്സാമ്പിൾ. ഇത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. പക്ഷെ അതിന് വായിച്ചെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേപോലെ സിമ്പിൾ നോട്ട്സ് ആക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ സിമ്പിൾ നോട്ട്സ് ആക്കി പഠിക്കുക. ഇനി സ്പെഷ്യൽ മെജോറിറ്റി ഏതൊക്കെയാ, സ്പെഷ്യൽ ആയിട്ടുള്ള മെജോറിറ്റി ഏതൊക്കെയാ വേണ്ടത്, സ്പെഷ്യൽ മെജോറിറ്റി ഏതൊക്കെയാ വേണ്ടത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് പെട്ടെന്നൊന്നും അങ്ങനെ ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്സ് പോളിസി, DPSP, ഇതൊന്നും പെട്ടെന്ന് എന്ത് ചെയ്യല്ല, നമുക്ക് ഒരിക്കലും ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ല, അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ പെട്ടെന്ന് വന്നിട്ട് ഒരു പാർലമെന്റിലെ ഒരു ആള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭേദഗതി ചെയ്യാൻ പറ്റില്ല. കാരണം സ്പെഷ്യൽ മെജോറിറ്റി വേണം, എല്ലാവരും വരണം. അതുപോലെ വരുന്ന ആൾക്കാരിൽ 2/3 ആൾക്കാരും പ്രസന്റ് വോട്ട് ചെയ്യണം. ഇതെല്ലാം നമുക്ക് ബാധകമാണ്. അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി. അതിനേക്കാൾ പാടാണ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റുകളുടെ കൺസെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഏതൊക്കെ എക്സാമ്പിൾസ്? ഒന്ന്, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിന് സ്റ്റേറ്റിനും വേണം. അതുകൊണ്ട് സ്റ്റേറ്റ് ഒപ്പിടണം. സ്റ്റേറ്റ്, ഹാഫ് സ്റ്റേറ്റ് എങ്കിലും, ഏതെങ്കിലും ഒരു ഭേദഗതി നടത്തണമെങ്കിൽ ഹാഫ് സ്റ്റേറ്റ് എങ്കിലും എന്ത് ചെയ്യണം, അതിനോട് അനുയോജ്യം സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു ഇത് പ്രഖ്യാപിച്ചാൽ മാത്രം, അല്ലെങ്കിൽ വോട്ട് എടുത്ത് ആ വോട്ട് പാസ്സായാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ മെജോറിറ്റിയിൽ ചെയ്യുന്നത്. ഇനി സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട്സ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, യൂണിയൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, GST ബില്ല്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് GST ബില്ലുകൾ, അതുമായി ബന്ധപ്പെട്ട ഇതായിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റിന്റെ കൺസെന്റ് വേണ്ടതാണ്. സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റിന്റെ കൺസെന്റ് വേണ്ടതാണ്. സോ ഏതൊക്കെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാം? ഇതിനു മുമ്പ് 2023 ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? സിമ്പിൾ മെജോറിറ്റി പ്രകാരം ഏതൊക്കെ എക്സാമ്പിൾ ആണ് ഉള്ളത്, ഏതൊക്കെ ഇത് പ്രൊവിഷൻസ് ആണ് സിമ്പിൾ മെജോറിറ്റി പ്രകാരം എന്ത് ചെയ്യാൻ പറ്റുന്നത്, അമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടത് ഏതൊക്കെയാണ്? സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ് വേണം. സിമ്പിൾ മെജോറിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് രണ്ടും ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസും ഉണ്ട്. സോ ഇതാണ് അമെൻമെന്റ് ഓഫ് ദ പാർലമെന്റ് വേ, അല്ലെങ്കിൽ ഏതൊക്കെ വേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന്റെ പ്രധാന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇനി അതല്ലാതെ ഈ ഒരു പോയിന്റ് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നിങ്ങൾ പഠിച്ചതായിരിക്കും, പക്ഷെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആക്കും. അപ്പൊ ഞാനിവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രം വന്നാൽ ശരിയാണ്. പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രം വന്നാൽ കുറച്ച് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പം വീണ്ടും പറയാണ്, പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് ഇറ്റ് കനോട്ട് ഡിസ്ട്രോയ് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചറിനെ മാറ്റാതെ ഏതിനെ വേണമെങ്കിലും നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. 3 വേസ് ഉണ്ട്: സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്. സോ ഇവിടെ ട്രിക്കി പോയിന്റ്സ് ആയിട്ട് വരുന്നതാണ്. ഒന്ന്, പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അത് ബാക്കി സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കണം. ബാക്കി സ്റ്റേറ്റ്മെന്റ് വെച്ച് അത് കറക്റ്റ് ആണോ അല്ലേന്ന് പറയാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്യാൻ പറ്റും, എന്തിനു വേണോ അമെൻഡ് ചെയ്യാം, പക്ഷേ അത് ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. അതായത് നാളെ പ്രിയാമ്പിളിൽ പറയുന്നു സെക്യുലാരിസം എന്ന വേർഡ് ഉണ്ട്. അപ്പൊ പ്രിയാമ്പിളിൽ പറയുന്ന സെക്യുലാരിസം എന്ന വേർഡ് നാളെ എടുത്ത് മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടന്നാൽ അത് ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്നതാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ഭൂരിപക്ഷം ഉണ്ട് എങ്കിലും അത് അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 3 വേസിലൂടെയും ഏത് വേയിലൂടെ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വഴികളിലൂടെയും നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ലൂപ്പ് ഹോൾസ്, ട്രിക്കി ആയിട്ട് വരുന്നത്. പിന്നെ ഇത് അമെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു മിനിസ്റ്റർക്കോ പ്രൈവറ്റ് മെമ്പറിനോ എന്ത് ചെയ്യാം? അമെൻമെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അതിന് ഒരിക്കലും പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷൻ ഒന്നും വേണ്ട. അതുപോലെ അടുത്ത ഒരു ലൂപ്പ് ഹോൾ ഉള്ള പോയിന്റ് ആണ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇതിനൊരിക്കലും ജോയിന്റ് സിറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ചിരുന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? പരിഹരിച്ച് ഒരു ബില്ലാക്കി മാറ്റാൻ പറ്റും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാസ്സാക്കണമെങ്കിൽ ജോയിന്റ് സിറ്റിംഗും പറ്റത്തില്ല. അതുപോലെ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് പ്രകാരം പ്രസിഡന്റ് അസെന്റ് കൊടുത്തേ പറ്റൂ, ഒപ്പിട്ടേ പറ്റൂ, സൈൻ ഇട്ടേ പറ്റൂ. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാം. എങ്ങനെയായിരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരിക? പ്രസിഡന്റ് ക്യാൻ നെയ്തർ വിത്ത് ഹോൾഡ് ഹിസ് ബിൽ ഓർ നോർ റിട്ടേൺ ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ ഓഫ് ദ പാർലമെന്റ്. പ്രസിഡന്റിന് ഒരു വീറ്റോ പവറും ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് നാളെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് വന്നു, പാസ്സായാൽ ഉറപ്പായിട്ടും പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഒപ്പിട്ടേ പറ്റൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഗീവ് അസെന്റ്, ഒപ്പ് കൊടുത്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അത് ഏത് അമെൻമെന്റ് ആക്ടിലാണ് വന്നത്? 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലാണ് വന്നത്. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. സോ മാക്സിമം നിങ്ങൾ ഈ പോയിന്റ്സ് സ്റ്റേറ്റ്മെന്റ് ബേസിൽ വന്നാൽ, അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ഏതൊക്കെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അമെൻമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഇത്രയിൽ തീരോ? ഇല്ല. ഇനി കുറെ പാർട്ടുകൾ വരുന്നുണ്ട്. മേജർ അമെൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ മേജർ അമെൻമെന്റുകളുടെ ഒരു നോട്ട് വരുന്നുണ്ട്. ഈ നോട്ടുകളൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ കോഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അമെൻമെന്റ് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ വേസ് പഠിച്ചു, 3 വേസ് ഓഫ് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാലയളവിൽ ഈ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് അമെൻമെന്റ്സ് നടന്നിട്ടുള്ളത്. ആ അമെൻമെന്റുകളുടെ പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ ലൈക്ക് ഇപ്പൊ 44th അമെൻമെന്റ്, 42nd അമെൻമെന്റ്, 52nd അമെൻമെന്റ്, ഇങ്ങനെയുള്ള പ്രധാനമായും പഠിക്കേണ്ട കുറെ ടോപ്പിക്സ് ഉണ്ട്. സോ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടും കാര്യമില്ല. ഇൻ ഡെപ്ത് പോയാൽ ഒരുപാട് നേരം പഠിച്ചുകൊണ്ടിരിക്കും, കുറെ ഉപയോഗം ഉണ്ടാവില്ല. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറ്റ്ലീസ്റ്റ് അമെൻമെന്റ് ഏതാണ്, ഏത് വർഷം ഏതാണ്, ആ അമെൻമെന്റിലെ ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻ ഏതാണ്, ഇത്ര കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിന് വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള നോട്ട്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ ഈ ലക്ഷ്മികാന്ത് എടുത്ത് വെച്ച് പഠിക്കുമ്പോഴും ഷോർട്ടൺ ആക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ അതിനുള്ള സമയം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് HSSTയുടെ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക.